ആറാട്ടൻ്റെ വണ്ടിയെ പോകുന്നതിന് ഹെൽമെറ്റ് വേണ്ട, എന്താ കാര്യം? കാരണം ഞാൻ അതുക്ക് മേലെയാണ്. അതാണോ കാരണം? അതൊന്നല്ല, ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കണം. ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടേ? ആര് പറഞ്ഞു? അങ്ങനെ ഇപ്പോഴത്തെ ഈ നിയമം മാറുമെന്ന് അറിയില്ല. എന്താ അതിന് കാരണം? എന്തായിരിക്കും? സ്പീഡ് കുറവല്ല. എത്ര കിലോമീറ്റർ/അവർ ഓടുക വണ്ടി? 50 കൂടുതൽ കിട്ടില്ല. 50 കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ 50 വരെ വണ്ടി ഓടിക്കുന്നതിന് 40. ആ, അപ്പൊ 40 വരെ ഓടുന്ന വണ്ടികൾക്ക് ഹെൽമെറ്റ് വേണ്ടെന്നല്ലേ? 45 വരാം. ആ, ഇതന്നെ പൊല്യൂഷൻ ഇല്ല. അത് ഹെൽമെറ്റുമായിട്ട് ബന്ധമില്ല. സൈക്കിൾ ഓടിക്കുന്ന സംഭവമാണ്. എടോ, അപ്പൊ പ്രശ്നം എന്താണെന്നറിയോ? ഞാനിപ്പോ 40 കിലോമീറ്റർ താഴെ ഏത് വണ്ടി ഓടിച്ചാലും എനിക്ക് ഹെൽമെറ്റ് ഇല്ല, പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയമങ്ങളിൽ അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളാണ് വേറെ ഉള്ളത്? അടുത്ത കേസ് പെടുത്തും. നിയമത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തു പറയും. അതെങ്ങനെ ഡിസ്റെസ്പെക്ട് ആവുന്നത്? താൻ ഈ നാട്ടിലുള്ള സിനിമാ നടിമാരെ മുഴുവൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് ഒരു കേസ് വന്നിട്ടില്ല. പിന്നെയാണ് ഞാൻ എല്ലാരും ശിക്ഷാന്ന് പറഞ്ഞത്. ശക്തി വന്നിട്ട് മോശം കാര്യമാണ്. അല്ല, കേരളത്തിലൊരു ശക്തിയല്ല. എന്ത് കാരണം? അപ്പൊ ഞാനിപ്പോ ഒരു വേറെ ബൈക്കല്ലേ, ഇലക്ട്രിക് അല്ല, ഒന്നുമല്ല, 40 കിലോമീറ്റർ അവർ താഴെ വണ്ടി ഓടിക്കുവാണെങ്കിൽ എന്നെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ പറയട്ടെ, അത് പറ. ഇവിടെ കസ്റ്റമറുടെ അഫയർ ഒരു നിയമം വന്നിട്ടുണ്ട്. കല്യാണം പിന്നെ കല്യാണിക്കേണ്ട ആവശ്യം ഏത് കസ്റ്റമറുടെ അഫയർ കുഴപ്പമില്ല. ആ, കുഴപ്പമില്ല. എന്താ പിന്നെ കല്യാണം കഴിക്കുന്നത്? അത് വേണമെങ്കിൽ കഴിച്ചു, അത് കോൺട്രാക്ട് വേറെയാ. അതൊന്നും ശരി വേണ്ടിയല്ലോ. കുറേ മണ്ടെന്ന് പറഞ്ഞ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഒരു ദിവസം പോലീസ് അങ്ങനെ കൊണ്ടുപോകും. എപ്പോ പൊക്കിക്കൊണ്ടുപോയി? നിയമത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇവരെന്ത് മണ്ടത്തരം കാണിച്ചാലും തിരിച്ചു വരാൻ പാടില്ല. അപ്പൊ മണ്ടത്തരം കാണിക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്? പറയാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? അത് വേറെ രീതിയിലല്ലേ പറഞ്ഞത്? വേറെ രീതിയിലല്ലേ എല്ലാവരും പോക്കാണ്. ഇവിടെ ലീഗൽ സിസ്റ്റം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. എന്താ ലീഗൽ സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യനിങ് ഒന്നും അല്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരി. നിയമത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിയമത്തെ കയ്യിലെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ഹെൽമെറ്റിന്റെ വിഷയം പറയുന്നത്. ഇവിടെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് അല്ല, ഈ 40 കിലോമീറ്റർ/അവർ താഴെ ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് അതിന് ഹെൽമെറ്റ് വേണ്ട എങ്കിൽ ഞാൻ 30 കിലോമീറ്റർ/അവർ വരുന്ന വണ്ടിയാണെങ്കിൽ എന്നെ തടഞ്ഞു നിർത്തി ഹെൽമെറ്റിന് പെറ്റി അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റും. കാരണം ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പോ ഒരു വണ്ടിയുടെ മാക്സിമം സ്പീഡ് എത്ര പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞാൻ 40 വണ്ടിക്ക് പോയെന്ന്. അല്ലെന്നാ വണ്ടിയുടെ പെർഫോമൻസ് വണ്ടി ഉണ്ടായിട്ട് കാര്യമല്ലോ. എനിക്ക് 40 ഓടിക്കാൻ പറ്റാത്ത ആളാണെങ്കിലും. അപ്പൊ താൻ അങ്ങനെയാണെങ്കിൽ ഈ സ്കൂട്ടർ തന്നെ മേടിച്ച് ഓടിക്കണായിരിക്കും. എനിക്ക് ഈ വണ്ടി 40 ഓടിക്കാനാണ് ഇഷ്ടം. അതെ, അതെ, ഞാൻ മാത്രം ഓടിക്കുന്ന വണ്ടിയല്ലോ. എന്റെ വീട്ടില് മകനുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഈ വണ്ടി ഓടിക്കുന്നത്. അവരെല്ലാം 60 വീടുകളൊക്കെ പോകാറുണ്ട്, ഹെൽമെറ്റ് ഒക്കെ വെച്ച് അവര് പോകുന്നത്. പക്ഷെ ഞാൻ താഴെ ഓടിക്കാറുള്ളൂ. നമുക്ക് 4 വണ്ടി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്കാണ് 40 മേളിൽ പോവുകയും ഇല്ല. 3 പേർക്ക് 40 മേളിൽ പോകണം. 40 താഴെ പോയാൽ അപ്പൊ നമ്മൾ ഏത് വണ്ടി മേടിക്കും? അത് പ്രശ്നമാ. ഞാൻ പറയട്ടെ, ചെയ്ത്താന്റെ ഏറ്റവും കുഴപ്പം കഴിഞ്ഞ് മതി. ചെയ്ത്താൻ കഴിഞ്ഞ 10 വർഷത്തിൽ മോഹൻലാൽ കിട്ടിച്ചാണ്. ഇതുകൊണ്ട് എന്താ ഗുണം കിട്ടിയത്? മോഹൻലാലിനെ തുടങ്ങിയിട്ട് 10 വർഷമായി. മോഹൻലാൽ ക്രിട്ടിസൈസ് സെലിബ്രിറ്റീസ് അല്ല ക്രിട്ടിസൈസ്, കോർപ്പറേറ്റ് ക്രിട്ടിസൈസ്. കോർപ്പറേറ്റ് ആണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ, സ്പിരിച്വൽ, സോഷ്യൽ വർക്ക്, എല്ലാം അവരുടെ കയ്യിലാണ്. അവർക്കെതിരെ പറയും. ഈ സെലിബ്രിറ്റീസ് എന്ത് കാണിക്കുന്ന പറയണം. നിങ്ങൾ ഈ 10 വർഷം ഇങ്ങനെ വിമർശിച്ചു അടിയാൽ മാറിയോ? അതുകൊണ്ടായിരിക്കും വനിതയുടെ മുന്നിൽ പോയെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ഗുണം കിട്ടി? നിങ്ങൾ ആ സമയം കൊണ്ട് കോർപ്പറേറ്റുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടെ? ഞാൻ നിങ്ങൾ പറഞ്ഞു. ഞാൻ പല കാര്യം പറയാറുണ്ട്. എന്ത് കാര്യം വെച്ച് മാത്രമല്ല, അവിടെ നടിമാരെ കുറിച്ച് മാത്രമല്ല, പല സോഷ്യൽ കമ്മിറ്റിക്കും ഇന്റലക്ച്വൽ പല കാര്യം പറയാറുണ്ട്. ഞാൻ ഇപ്പൊ പണിയെ നിർത്തി. നിങ്ങൾ പിന്നെ പ്രവൃത്തിയാണല്ലോ, ഞാൻ പറയലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ആക്ഷൻ ഞാൻ അത്രേ ഉള്ളൂ. നടിമാരോട് എന്താ പ്രവർത്തിച്ചത്? നിങ്ങൾ പ്രാക്ടിക്കലാണ്. എന്ത് പറഞ്ഞാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? നടിമാര് കാസനോവയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നടിമാർ ഇവിടെ എന്റെ നടിമാരല്ല, അതിനെക്കാട്ട് വലിയ നടകളാണ്. അയ്യോ, പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ 3855 ആയിട്ടുണ്ട് കേട്ടോ. 3500 എന്നല്ല ഞാൻ പറഞ്ഞ 6 കൂടി 355 കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 3855 ആയി. ഇനി ആരും ചോദിച്ചാൽ അങ്ങനെ പറയണം.
ഇന്ന് രാവിലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇന്ന് അത് 86 സോറി, ഇന്ന് രാവിലെ ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ സംശയം ഉണ്ടായിരുന്നു. ചെറുത്തൻ ഗേ ആണെന്നൊരു ചേട്ടൻ കേൾക്കുന്നില്ല, ചേട്ടൻ ഹെക്ടറോ ആണ്. ഹെക്ടറോ ആണ്. ഹെട്രോ ഹെലികോപ്റ്ററോ എന്താണേലും അത് വിട്. അത് വിടാൻ ഇത് കേക്ക്. അല്ലല്ല അത് വിട്. ഈ സാധനം പറ. കുറിച്ചിട്ട് സംസാരിക്കണം. ഇത് പറ, ഇതിനെ പറ്റി പറ. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കൾ ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? ശ്രീനിവാസിന്റെ മോനുണ്ട്, എല്ലാവരുടെ മക്കളുണ്ട്. ഇവരൊക്കെ സിനിമ എടുക്കാൻ കഴിവുള്ളവരാന്നൊക്കെ എങ്ങനെയാ പറയുന്നത്? സിനിമ എടുക്കാൻ കഴിവില്ല. ഒരു കാര്യം പറയണം, ഈ മോഹൻലാലിന്റെ മകൻ വരുമ്പോൾ അവർ നേരിടുന്ന പ്രഷർ മനസ്സിലാക്കണം. എല്ലാവരും പ്രണവ് വരുമ്പോൾ പ്രണവിനെ മോളായിട്ട് കമ്പയർ ചെയ്യണം. ആ ഒരു പ്രഷർ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നെപ്പോട്ടിസം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇവർക്ക് എങ്ങനെ ഈ കഴിവുണ്ടാകുന്നത്? കഴിവൊന്നുമില്ല. അങ്ങനെ ഫേമലസിന്റെ മകൻ നിന്നോ? ഫേമലസിന്റെ മകൻ പ്രഷർ ഇല്ലല്ലോ. ആരും മമ്മൂട്ടിയുടെ അഭിനയമായിട്ട് ദുൽഖറിന്റെ അഭിനയം മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയണ്ട. മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല. മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയത്തുള്ളൂ. മോഹൻലാലിന് ഞാനൊരു തമാശ പറഞ്ഞാ ഞാൻ വരട്ടെ. ഇപ്പൊ പ്രേമലസിന്റെ മകൻ ഷാനവാസ് പുള്ളി പിടിച്ചിരുന്നു. കഴിവുണ്ടെങ്കിൽ പിടിച്ചു കിട്ടും. ഇവർക്ക് കഴിവുണ്ടോ? ആദ്യം ഒരു എൻട്രി കിട്ടും. നെപ്പോട്ടിസം പിന്നെ പിടിച്ചു കഴിവെന്നതാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എല്ലാ മക്കളല്ലേ? അപ്പൊ ഇവിടെ എല്ലാ ഫീൽഡിലും അങ്ങനെയല്ലേ? സിനിമ ഫീൽഡ് മാത്രമാണോ? അല്ലല്ല, എല്ലാ ഫീൽഡും ഇല്ല. മിക്ക ഫീൽഡിലും ഉണ്ട്. പിന്നെ ഡോക്ടർമാരൊക്കെ മക്കളെല്ലാം ഡോക്ടർ ആവുന്നത് ഒരു ദിവസം രാവിലെ നിർബന്ധിച്ച് ഡോക്ടർ ഒരു സർജറിക്ക് വരുമല്ലേ രാവിലെ? ഞാൻ പറയാം, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ അയാളുടെ മകനെ ഡോക്ടറാക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ചിട്ട് ജയിലിൽ പോയ ആളാണ്. അതൊക്കെ അങ്ങനെ നടക്കാറുണ്ട് പറയുന്നത്. പക്ഷെ എല്ലാ ഡോക്ടർമാരുടെ മക്കളും ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ വലിയ സർജറി എത്ര പേര് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സർജറി ഒന്നും ഇങ്ങനെ ചെയ്യാൻ ചെയ്യണം. ബിസിനസ്സുകാരും ചെയ്യണം. അവരുടെ മക്കളെ ബിസിനസ്സിലേക്ക് ഓടിടണം. ആയിക്കോട്ടെ. അതാണ്. പിന്നെ ഇവര് മാത്രം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിവുണ്ടല്ലേ? എന്ത് കള്ളത്തരം കാണിക്കുക? ഇതെന്തോ ഡോക്ടറുടെ മോൻ വന്നിട്ട് ഒരു സർജറി രാവിലെ ഇങ്ങോട്ട് വരിക, അവന് താല്പര്യമില്ല. അവൻ ഏതോ മലയെ കറങ്ങി നടക്കുവാന്ന് പറയുക. അവൻ പഠിക്കുന്നില്ല. അവനെ കൊണ്ടൊന്ന് അഭിനയിപ്പിക്കുന്ന പോലെ ഒരു ഡോക്ടറെ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റുമോ? അല്ല, അവന് താല്പര്യമില്ലല്ലോ. അത് ഞങ്ങൾക്കറിയാം, നമുക്കറിയാം. പക്ഷെ അങ്ങനെ സർജറി ചെയ്യാൻ പറ്റും. അത് മോളെല്ലാം നിർബന്ധിക്കുന്ന അയാളുടെ അളിയനാൾ ചെയ്യുന്ന മോഹൻലാലിന് താല്പര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട് ഫ്രീഡം. മമ്മൂട്ടി ദുൽഖറിന് കൊടുത്തിട്ടുണ്ട് ഫ്രീഡം. അത് നമുക്കറിയത്തില്ലല്ലോ. ഒന്നുമില്ല. ദുൽഖറിന്റെ എല്ലാം ബ്രാഞ്ചിലും മമ്മൂട്ടിയാണ്. സിനിമ ഇറങ്ങുമ്പോൾ കല്യാണം കഴിപ്പിക്കുക. സിനിമ ഇപ്പൊ പാൻ ഇന്ത്യൻ ആക്കുക. എല്ലാം മമ്മൂട്ടി ചെയ്യണം. ദുൽഖർ എസ് ലൈനിലല്ല പോയിരിക്കണം. ദുൽഖർ മമ്മൂട്ടി കാലം ഇതിലെ കോമൺ സെൻസ് ഡിസ്റ്റൻസ് മതി. ദുൽഖറിന്റെ കാലം കഴിഞ്ഞു. മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞ് ദുൽഖർ ഇല്ല. ഇല്ല. മോഹൻലാൽ ഫ്രീഡം കൊടുക്കില്ല. അതിൽ ഭാര്യക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു. പ്രണവ് നയിക്കുന്ന ജീവിതമാണ് മോഹൻലാൽ നയിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ പുള്ളിക്ക് പറ്റിയില്ല. പുള്ളിയുടെ അഭിനയം ആശയമില്ലായിരുന്നു. അയ്യോ, പുള്ളി ഇങ്ങനത്തെ ജീവിതമാണ്. പുള്ളി പത്മരാജന്റെ ഒപ്പം ഇന്ത്യ പോയി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അഭിനയം നിർത്തിയത്. പുള്ളിക്ക് അഭിനയത്തിൽ പാഷനില്ല. അയ്യോ, പുള്ളി രണ്ടാമത്തെ അഭിനയം നിർത്തി സെറ്റ് കിടന്ന് മരിക്കണമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ. പുള്ളിക്ക് രണ്ടാമത്തെ അഭിനയം നിർത്തിയിട്ട് ലോകം പോയി ഇറങ്ങാൻ വേണ്ടിയിരുന്നതാണ്. അയാൾക്ക് യാത്ര ഇതൊക്കെ അയാളുടെ താല്പര്യം. അതാണ് പ്രണവ് ചെയ്യുന്നത്. അത് കൊള്ളാം. അപ്പൊ മോഹൻലാൽ അയാൾ നിർബന്ധിക്കുന്നില്ലല്ലോ. അയാളുടെ മകൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നേ. മോഹൻലാല് പ്രണവിന് ഫ്രീഡം കൊടുക്കുന്നുണ്ടെന്ന് ആട്ടം പറയുന്നു. അപ്പൊ മമ്മൂട്ടി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൊടുക്കുന്നില്ല. ഞാൻ പറയാം, ഇയാളെ സിനിമയിൽ ഇറങ്ങുന്ന മുമ്പേ കല്യാണം കഴിപ്പിച്ചു. ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവൽ കൊണ്ടുപോകും. ഇയാൾക്ക് മലയാളത്തിൽ സിസ്റ്റം പറ്റില്ല. മനസ്സിലായി, മലയാളം പിടിച്ചിക്കാൻ പറ്റില്ല. അങ്ങനെ പാൻ ഇന്ത്യൻ ആക്കിയത്. ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞാൽ ദുൽഖർ ഉണ്ടാവില്ല. ദുൽഖർ ഒന്നും ആവില്ല. കാരണം ദുൽഖറിന് മമ്മൂട്ടിയുടെ കഴിവില്ല. മമ്മൂട്ടിയുടെ പേര് വെച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇത്രയും മമ്മൂട്ടിയുടെ ഐഡിയ ആണ്. ദുൽഖറിന് ഇത്രയും കളക്ഷൻ നേടാൻ സാധിക്കുമോ? ദുൽഖർ തന്നെ അഭിനയിക്കണ്ടേ? അയക്കണം. മലയാളത്തിൽ കഴിവില്ലാത്തതുകൊണ്ട് മറ്റേലേക്ക് വിട്ടു. പല ലാംഗ്വേജിൽ അഭിനയിച്ചു. മമ്മൂട്ടിയുടെ കഴിവ് ദുൽഖറിന് ഇല്ല. ഞാൻ എഴുതപ്പെടണം. മമ്മൂട്ടിക്ക് കഴിവില്ലായിരിക്കും. പക്ഷെ മമ്മൂട്ടിക്ക് അഭിനയിക്കാനും ഫീൽഡിൽ പിടിച്ചിരിക്കാനും കഴിവുണ്ട്. ഓക്കെ, ഞാൻ മമ്മൂട്ടിയായിട്ടാണോ ദുൽഖറിനെ കമ്പയർ ചെയ്യേണ്ടത്? ദുൽഖർ, ഫഹദ് ഫാസില്, നിവിൻ പോളി, ഈ പുതിയ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. പൃഥ്വിരാജ് ആരാ അതിനകത്ത് ഭേദം? ഫഹദ് ഫാസിലാണ് ഏറ്റവും ടാലന്റ്. മെത്തേഡ് ആക്ടറാണ്. അതെനിക്ക് ഇഷ്ടമല്ല. അയാൾ മെത്തേഡ് ആക്ടർ. മെത്തേഡ് ആക്ടർ വേണമെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചു തരാം. ഇവിടെ എവിടെയാ മമ്മൂട്ടി? അപ്പൊ കാണിക്കത്തില്ല. ഞാൻ ബ്ലഡി നൈറ്റിൽ കാണിച്ചിട്ടുണ്ട് മെത്തേഡ് ആക്ടിങ്. ബ്ലഡി നൈറ്റ് മെത്തേഡ് കണ്ടു മനസ്സിലായി. ഞാൻ ഇതുകൊണ്ട് ആക്ടിങ്ങിലേക്ക് പോകുന്നില്ല. കാരണം എനിക്ക് മോഹൻലാലിനെ പോലെ നാച്ചുറൽ ആക്ടർ ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം ഇവിടെ മമ്മൂട്ടി, കമലഹാസൻ, പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ ആരാണ് പൃഥ്വിരാജ്,
ഞാൻ വേറെ ഹോളിവുഡിലെ എല്ലാ നടന്മാരും ഇവരെല്ലാം മെച്ചഡ് ആക്ടിംഗ് ആണ്. 2 വർഷം കഥാപാത്രമായി അങ്ങനെ അത് ആർക്കും വേണം ചെയ്യാം. പക്ഷെ ഒരു എന്താണ് ഹാങ് ഓവർ ഇല്ലാത്ത ഒരു നാച്ചുറൽ ആക്ടിംഗ് ആണ് മോഹൻലാലിനെ ഉള്ളൂ. മോഹൻലാലിന് മെത്തേഡും പറ്റും. 20 ഭരതം വാൻപസ് ചെയ്തപ്പോൾ മെത്തേഡ് ആക്ടിംഗ് ആയിരുന്നു. എന്നാൽ സ്പടികോ കിലുക്കോ ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിംഗ് ആണ്. ഇയാൾക്ക് രണ്ടും പറ്റും. മമ്മൂട്ടി സത്യന്തിക്കാലം മമ്മൂട്ടി സത്യന്തിക്കാലം മൂവി ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞേക്കാം. മമ്മൂട്ടി ചോദിച്ചപ്പോ പറഞ്ഞാണ് ആരും ചോദിച്ചില്ല. നിങ്ങൾ ചോദിച്ചതിനോടാ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. എന്ത് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു അതല്ല. എന്തോ പോയിന്റ് ചോദിച്ചു. ഇല്ല, എന്തൊരു പോയിന്റ് ചോദിച്ചു. ചോദിച്ചതിന് ഉത്തരം അല്ല പറഞ്ഞത്. വെറുതെ ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്താന്ന് ഒന്നുകൂടെ പറയാം, കേക്കൂ. നിങ്ങളുടെ ചോദ്യം ഞാൻ എന്ത് പറഞ്ഞു വന്നപ്പോ ഞാൻ വന്നത് അതാ പറഞ്ഞു. എന്ത് പറഞ്ഞു വന്നാൽ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വരുന്നേ? ഞാൻ ചോദിച്ചു ഇതൊന്നും അല്ല. നിങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ആവറേജ് ആക്ടർ പറയുന്നില്ല. അല്ലല്ല, പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല. കുറച്ചുപേരുടെ താൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കും അല്ലേ? പണ്ട് പോലും പറയാണ് മോഹൻലാൽ. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പണ്ട് പറഞ്ഞ അതാ ചോദിച്ച അതിന് എപ്പോഴും ഇത് തന്നെ പറയണോ? നിങ്ങൾ എപ്പോഴും പറയും മമ്മൂട്ടി വലിയ ആക്ടറാണ്, മോഹൻലാൽ. അപ്പൊ ഈ ചോദിച്ചതിന്റെ ഉത്തരം അണ്ണൻ കുറെ നാൾ കഴിഞ്ഞാണെന്ന് പറയാൻ പോകുന്നത്. അതെ, ഞാൻ റിസർച്ച് ചെയ്ത് ഇപ്പോഴേ പറഞ്ഞതാ. എന്നാ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാം. എന്താ? അതായത് മമ്മൂട്ടി എനിക്ക് മിണ്ടരുത്. മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ എല്ലാം മക്കളെ അല്ലേ ഇപ്പൊ കാണുന്നേ? പോട്ടെ, ആരുടെയോ മകനായിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ മക്കള് വരുമ്പോ പിന്നെ താൻ ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ അവിടോട്ടാ വരുന്നത്. പറഞ്ഞു വരാം, കേൾക്കണം, മുഴുവൻ കേട്ടിട്ടേ പറയാം. ഞാനിങ്ങനെ കൈ പൊക്കാൻ തീരുമ്പോ മിണ്ടരുതേ. നോക്കണേ, നമുക്ക് നോക്കാം അണ്ണൻ മിണ്ടായിരിക്കുമോ. അപ്പോ മോഹൻലാലിന്റെ മോഹൻ മമ്മൂട്ടിയുടെ ഇങ്ങനെ മക്കൾ വരുക ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കഴിവ് മക്കൾക്കുണ്ടാകും. മക്കളും അപ്പനെ പോലെ കഴിവുള്ളവരാണ്. അവർക്കൊരു ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ടാവും, മറ്റ് കഴിവ് സിനിമയിലൊക്കെ ഭയങ്കര കലാകാരനായിരിക്കും എന്നൊക്കെ പറയും. ചെറിയ തോതിൽ ജനറ്റിക്സും അതുപോലെ തന്നെ ഈ പെഡിഗ്രി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. ഇവിടെ മാത്രമല്ല, പൊതുവേ ഉണ്ട്. ചെറുതായിട്ടൊക്കെ ജനറ്റിക്കലി ഇത് ക്വാളിറ്റി കിട്ടുമായിരിക്കും. അപ്പോൾ ആറാട്ടണ്ണൻ എന്താ വിചാരിച്ചേക്കുന്നത്? ഈ പിള്ളേർ കഴിവുണ്ടെന്ന് ഉറപ്പാണോ? ഞാൻ എന്ത് കഴിവുണ്ടായിട്ട് ഞാൻ ബാഡ് ബോയ്സിൽ അഭിനയിച്ചതോ? അപ്പൊ ഞാൻ അത് വിടെ അങ്ങനെ കഴിവുണ്ടോ? എന്ത് കഴിവുണ്ടായിട്ട് ഞാൻ അഭിനയിച്ചതോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ അല്ല, ഇതിന് ഉത്തരം പറയല്ല. അപ്പൊ എന്താ എന്റെ പോപ്പുലാരിറ്റിയാണ് ഉപയോഗിച്ചത്. എങ്കിൽ കഴിവെല്ലാം നോക്കുന്നത് അയാൾ പറയുമ്പോ തെറ്റിപ്പോയി. കഴിവെല്ലാം നോക്കണം. ഞാനിപ്പോ പറഞ്ഞു തരട്ടെ, ഒരു കാര്യം പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫസ്റ്റ് ജനറേഷൻ ആക്ടേഴ്സ് ഇല്ല, അതായത് ഈ സൂപ്പർ സ്റ്റാർ ആയ സുരേഷ് ഗോപി, ജയറാം, എല്ലാ ടീമും ഉണ്ട്. ഇവരുടെയൊക്കെ അപ്പൻ എന്ന് പറയുന്ന ആൾക്കാർ ആരും, ഇവരുടെ പേരൻസ് ആരും സിനിമയിലുള്ളവരല്ല. ഇല്ല. അപ്പൊ ഇവർക്കൊക്കെ സംശയം തോന്നുന്നു ഇവരുടെ അപ്പം വേറെയാണ്. അങ്ങനെയല്ല. എനിക്ക് എന്തിനായിട്ട് എന്നെ പിടിച്ച് അഭിനയിച്ചിട്ടാ? അല്ല, ഞാൻ ചോദിച്ചാൽ അവർക്ക് സംശയമല്ല, നാട്ടുകാർക്ക് സംശയം ഉണ്ടോന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്താണ്? അതാ പറഞ്ഞേ. അവര് പറയുന്നത് എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിചാരം എല്ലാം മക്കള് എല്ലാം അപ്പന്റെ കഴിവെല്ലാം മക്കൾക്ക് ഉണ്ടാകുന്നു. ഈ ഇവരുടെ ആരുടെ അപ്പുറത്തെ സിനിമയിൽ അഭിനയിച്ചവരല്ലെന്നേ. അല്ല, കരുണാന്റെ കഴിവ് അപ്പൊ ആറാട്ടെണ്ണ സംശയം ഉണ്ടോ? പറയണേക്ക് കരുണാൻ പറയുന്ന നേതാവിന്റെ കഴിവ് മുരളീധരനുണ്ടോ? ഇല്ല. ഇല്ല. ആ കരുണാന്റെ അപ്പന്റെ കഴിവാണോ കരുണാകരന്റെ കഴിവ്? കരുണാകരൻ അപ്പം വേറെയാണെന്ന് കരുണാകരന് അത് സംശയം ഉണ്ടാകത്തില്ല. പക്ഷെ തനിക്ക് സംശയം തോന്നുന്നു. ഇവിടെ ഉള്ളവരുടെ രീതി അതാന്നേ. സുനിൽ ഗവാസ്കർ, രോഹൻ ഗവാസ്കർ ഒന്നും ആയില്ല. എടോ, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ മക്കളെ പൊക്കിയെടുത്തിട്ട് വരുമ്പോ അപ്പന്റെ കഴിവൊക്കെ മോന് കാണുമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മോഹൻലാലിലേക്ക് അപ്പൻ ഇയാളല്ല വേറെ ഏതെങ്കിലും നടനാന്നൊക്കെ സംശയം തോന്നുന്നു ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അത് എനിക്ക് മോഹൻലാലിന്റെ സംശയം അല്ല ഞാൻ പറയുന്നത്. മോഹൻലാലിന്റെ ഫാദർ ഡ്രാമയിൽ അഭിനയിക്കുകയാണ്. ഡ്രാമയിലൊക്കെ പണ്ട് ഒത്തിരി പേര് അഭിനയിക്കും. എന്റെ അപ്പനും അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. താൻ അഭിനയിച്ചിട്ടില്ല ഡ്രാമയില്? ഞാൻ മിമിക്രി ചെയ്തിട്ടുണ്ട്, മോണാക്ട് ചെയ്തിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ടും പാടും. ഒരു മുறை வந்து பார்த்தாயா ടോം 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 ഷൈൻ ടോം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ ടിനി ടോം 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 അങ്ങനെയൊക്കെ. ഞാൻ പറ്റും മോഹൻലാലിന്റെ ഫാദർ ഡ്രാമയിൽ ആക്ട് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അത് വലിയ കാര്യമൊന്നുമല്ല. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിപ്പ് അഭിനയിച്ച ആളാണ് എന്ന് പറഞ്ഞ് 6ാം ക്ലാസ്സിൽ വെച്ച് അഭിനയിച്ച 10ാം ക്ലാസ്സിൽ അഭിനയിച്ച ആൾക്കാർ തുപ്പിച്ചാണ്. എന്റെ പൊന്നളിയ, അതൊക്കെ ചെയ്യാത്തവരില്ല. എന്റെ അപ്പൻ അഭിനയിച്ചിട്ടുണ്ട്, വല്യപ്പൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും നല്ല കാര്യം. എന്തായാലും അതുപോലെ അഭിനയിച്ചാൽ മതി. ടാലന്റഡ് ആൾ തന്നെയാണ്. ആയിക്കോട്ടെ, ഞാൻ എന്ത് പേരും ആയിക്കോട്ടെ, അത് വിട്. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതറിയോ, മമ്മൂട്ടി ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ ആറാട്ടൻ അങ്ങനെ ഒരു സംശയം ഉണ്ടോ? കേൾക്കാം, ബുദ്ധിയുടെ കാര്യത്തിൽ മമ്മൂട്ടിയാണ് ആദ്യം. ആറാട്ടൻ പക്ഷെ സമ്മതിച്ചു. മമ്മൂട്ടിയുടെ അപ്പൻ ഏത് സിനിമയിലാണ് നാടകത്തിൽ കേക്ക്? ഞാൻ പറഞ്ഞേക്കാം, മോഹൻലാലും മമ്മൂട്ടിയുടെ അതും ബുദ്ധിയില്ല, പക്ഷെ മമ്മൂട്ടിക്കാണ് കഴിവുണ്ട്. അറിയോ?
മോഹൻലാലിന് മമ്മൂട്ടിയുടെ അത്രയും ബുദ്ധിയില്ല. അതാണ് ബുദ്ധി ഷേമിംഗ് ആന്ന് പറയും ആൾക്കാർ. ബുദ്ധി ഷേമിംഗ് ഉള്ള ബോഡി ഷേമിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം പറയുന്ന ബുദ്ധി ഷേമിംഗ് അല്ല, ഒരാൾ മമ്മൂട്ടി ബുദ്ധിമാനാണ്, മോഹൻലാൽ സിദ്ധിയുള്ള ആളാണ്. സിദ്ധി അതെന്താ സാധനം പറയുന്നേക്ക് തമാശ. സിദ്ധി അകത്താ അല്ല അകത്തായില്ല കേട്ടോ, സോറി കേസിലാണ്. ഇയാൾ ടാലന്ററാണ്, ഇയാൾക്ക് ഒരു കഴിവുണ്ട്. മോഹൻലാൽ ടാലന്ററാണ്. എന്ത് ടാലന്റ് എന്ന് പറഞ്ഞാൽ കഴിവുണ്ടോ? ടാലന്റഡ് കഴിവുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കാം. മമ്മൂട്ടി അങ്ങനല്ല, ബുദ്ധിമാനാണ്. മമ്മൂട്ടിയുടെ ഷാർപ്പ് ബുദ്ധി മോഹൻലാലിനില്ല. അതുകൊണ്ട് മമ്മൂട്ടിക്ക് അവതരണം പറ്റാറില്ല, മമ്മൂട്ടി മണ്ടത്തരങ്ങൾ പറയാറില്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കാറില്ല. ഇതല്ല ഇയാൾ അറിയോ? ഇയാൾ മണ്ടത്തരം പറയും, പ്രതിയാവും. അല്ല, അത് അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അയാൾക്ക് അറിയില്ല, ആ നിയമത്തെ കുറിച്ച് അയാൾക്ക് അറിയില്ല. ഇയാൾക്ക് ഒരുപാട് മോഹൻലാലിന് ഒരുപാട് അവതരണം പറ്റിയിട്ടുണ്ട്, കുറെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കോൺട്രവേഴ്സി ആക്കിയിട്ടുണ്ട്. ഇതൊന്നും മമ്മൂട്ടി ഉണ്ടാക്കില്ല, കാരണം മമ്മൂട്ടിയുടെ തലയിൽ ബുദ്ധിയുണ്ട്. മോഹൻലാലിന്റെ തലയിലല്ല വേറെ മോഹൻലാലിന് ബുദ്ധിപരമായിട്ട് പ്രശ്നമുണ്ട്. എനിക്കതാ മനസ്സിലാകാതെ ഈ നാട്ടുകാർ ഇങ്ങനെ പിള്ളേരൊക്കെ കഴിവുള്ളവരാണെന്ന് പറയുകയും ചെയ്യും. മോഹൻലാലിന്റെ മോനായതുകൊണ്ട് മോഹൻലാലിന്റെ കഴിവുണ്ടെന്ന് പറയും. മോഹൻലാലിന്റെ അപ്പന്റെ കഴിവല്ല മോഹൻലാലിനുള്ളതെന്ന് പറയുമ്പോൾ ഈ പൊതുജനത്തിന്റെ ബുദ്ധിക്കകത്ത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? ഒരു കാര്യം പറയട്ടെ, ഈ പ്രണവ് മോഹൻലാൽ പറയുന്ന ആളാണ്, അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവണ്ടേ? അല്ല പറ്റേ, പ്രണവ് മോഹൻലാൽ പറയുന്ന ആള് ചെറുപ്പത്തിൽ നല്ല ഉഗ്രം നടനായിരുന്നു, അറിയോ? പ്രണവ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. മോഹൻലാലിനെക്കാട്ട് വലിയ ആക്ടർ പറയുന്നത് കേൾക്കും. മോഹൻലാലിനെക്കാട്ട് വലിയ ആക്ടറായിരുന്നു. പൗത്രത്തെ ക്ലൈമാക്സ് ആ ചെയ്യുന്ന കണ്ട് മോഹൻലാൽ പറഞ്ഞാൽ എന്റെ പണി പോകുന്നു ചോദിച്ചാൽ അത്രയും കഴിവുള്ള പറയുന്ന കേക്ക്. അവന് കഴിവുണ്ടായി, അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അവൻ നല്ല ആക്ടറായിരുന്നു. അവൻ പിന്നെ ഇത് ഇവിടെ ഊട്ടിയിൽ പോയി അവൻ്റെ ലൈൻ മാറിപ്പോയി, വേറെ ലൈനിലേക്ക് പോയി. ഇല്ലെങ്കിൽ അവൻ നല്ല കഴിവുള്ള നടനായിരുന്നു. അവനിപ്പോൾ ഇതിൽ വരാൻ താല്പര്യമില്ല, മോഹൻലാൽ നിർബന്ധിക്കുന്നുമില്ല. അത് ക്ലീൻ നിർബന്ധിക്കില്ല, ആര് പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ ഭാര്യയുടെ ഭാര്യയുടെ ബ്രദറായ സുരേഷ് ബാലാജി നിർബന്ധിക്കുന്ന, മോഹൻലാൽ നിർബന്ധിക്കുന്നില്ല. ഭാര്യയുടെ ഭർത്താവ് അതൊന്നും പറയാൻ പാടില്ല, പറഞ്ഞു പോയതാ. മോഹൻലാലിന്റെ ഭാര്യയുടെ ഭർത്താവ് നിർബന്ധിക്കുന്നുണ്ട് പ്രണവിനെ സിനിമയിൽ അഭിനയിപ്പിക്കും. അതല്ലേ മോഹൻലാല്? മോഹൻലാലിന്റെ അവിടെ ഉണ്ടോ? ബന്ധമുണ്ടോ? മോഹൻലാലായിട്ട് ബന്ധമില്ലാതെ എങ്ങനെയാ? മോഹൻലാലിന്റെ അപ്പനും മോനും അനാശി കോൺട്രവേഴ്സിലേക്ക് പോകണ്ട. അതൊന്നും ഇല്ല, ഞാൻ പറഞ്ഞതാ. തന്റെ വർത്താനം കേട്ടിട്ടത് അതാ പറഞ്ഞ. അയാൾക്ക് പ്രണവ് എന്ന് പറയുന്ന ആൾ സിമ്പിളായ ആളാണ്. അയാൾക്ക് പണം വേണ്ട, പ്രശസ്തി വേണ്ട, ഒന്നും വേണ്ട. അത് വേറെ ജന്മമാണ്. അയാൾ സ്പെയിനിൽ എന്തോ കച്ചവടം, എന്തോ കുതിരയുടെ പശുവിനെ കറക്കുന്നതൊക്കെ. അയാൾക്ക് പണം വേണ്ട, പോപ്പുലാരിറ്റി വേണ്ട, അതൊക്കെ ആവശ്യത്തിനുണ്ട്. അയാൾക്ക് അത് വേണ്ടത്. അയാൾ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല, അതെല്ലാം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ദുൽഖറിനെ കാണിച്ചിട്ടുണ്ടോ? ദുൽഖറിന്റെ സ്റ്റൈലിഷ്. ദുൽഖറിന് ചിലപ്പോൾ പണം വേണമായിരിക്കും. ഇയാൾ വളരെ സിമ്പിൾ ലൈഫാണ്. ഇയാൾക്ക് പണവും വേണ്ട, ഫെയിമും വേണ്ട. അയാൾക്ക് ഇഷ്ടമാണ്, അയാൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അയാൾക്ക് ബുക്ക് അയാൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ താല്പര്യം ഇതൊന്നുമല്ല. അയാൾക്ക് സിനിമയിൽ വരാൻ താല്പര്യമില്ല. അത് മോഹൻലാൽ അംഗീകരിച്ചു. മോഹൻലാലിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പുള്ളിക്ക് ഇങ്ങനെ നടക്കാനും താല്പര്യം. പുള്ളി ചുറ്റുള്ള ആൾക്കാർ സമ്മതിക്കില്ല. പറഞ്ഞേക്കെ രണ്ടാം ഫാമിലി അല്ല, കൂടുതലുള്ള കുറെ എർത്തുകളുണ്ട്. ആരത്? ആന്റി പെരുമ്പോരണ്ടി എർത്തുകൾ സമ്മതിക്കില്ല. ഇയാള് രണ്ടാമതും പടം അവിടെ നിർത്തിയിട്ട് ആന്റണി പെരുമ്പാവൂരിനാണോ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് മോഹൻലാലിനാണോ ഗുണമുണ്ടായത്? രണ്ടുപേർക്കും ഗുണമുണ്ടായിട്ടുണ്ട്. മോഹൻലാലിന് പടം പ്രൊഡ്യൂസ് അറിയില്ല, ബിസിനസ് അറിയില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. ലൂസിഫർ ലോസ് ആണ്. എന്തറിയോ? അൺലിമിറ്റഡ് ബഡ്ജറ്റ്. ഇയാൾക്ക് ബഡ്ജറ്റിംഗ് ഇല്ല, ബഡ്ജറ്റിന് വേണ്ടിയില്ല. ഇയാൾക്ക് ലാഭത്തോടെ കൊണ്ട് നഷ്ടമാണ് വരുന്നത്. ഇയാൾക്ക് പറ്റി വേണ്ടി ഗുണ്ടായിസമാണ്. ഇയാൾ മോഹൻലാലിനെ കാത്തു കൊടുക്കാത്ത ആൾക്കാർ പോയി ഗുണ്ടായിസം കാണും. അങ്ങനെ മോഹൻലാലിനെ കാത്തു കെട്ടി. ഇയാൾക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല, കലയെ കുറിച്ച് ഒന്നും അറിയില്ല. ആൻഡ്രലാട്ടെ ടോപ്പിക് ഡൈവേർട്ടല്ല. ഇയാൾ എന്തുകൊണ്ട് സിനിമലയിൽ ഡെസ്ട്രക്ഷൻ 2 കഥ കൊണ്ട് പോയപ്പോൾ പറഞ്ഞത് എനിക്ക് ആന്റി പെരുമ്പോട് പറയാൻ പറ്റില്ല പറഞ്ഞത്. കാരണം പണ്ട് സതയ മനസ്സിൽ ഇറങ്ങിയപ്പോൾ ആന്റി പെരുമ്പോടെ പടം കണ്ടു ഒന്നും മനസ്സിലായില്ല. പറയാം മോഹൻലാലിന് ബിസിനസ് അറിയില്ല. പുള്ളിക്ക് നല്ല സിനിമാ സെൻസ് ഉണ്ട്. പുള്ളി 80കളിലും 90കളിലും പറയാം. 80 ബറോസ് എങ്ങനെ എനിക്ക് അറിയില്ല, കാരണം അത് ആന്റി പെരുമ്പോട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആന്റി പെരുമ്പോട് ഇൻവോൾവ് ഇല്ലെങ്കിൽ ഫ്ലോപ്പാണ്. ട്രെയിലർ കണ്ടില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. ട്രെയിലർ കണ്ടോ? ആന്റി പെരുമ്പോട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൊച്ചുള്ള
അതെ. എടോ ജിജു ബുനോസ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ടൈറ്റിൽ ഇടാം. ബറോസിൽ എന്നാ ആറാട്ടന്റെ പ്രതീക്ഷയില്ല. വണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മലയെക്കെട്ട് പോലെ ഇറങ്ങും. അപ്പൊ പടം പൊട്ടുവോ? പൊട്ടുന്ന ഉറപ്പാണ്. കാരണം ആന്റി ഒരു പോലെ കണ്ടല്ലോ. ജിജു ബുനോസ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ജിജു ബുനോസ് ടെക്നിക്കലി വളരെ സ്ട്രോങ്ങും ഇവിടെ ഫസ്റ്റ് 3D ഫിലിം ഇന്ത്യയിൽ ഉണ്ടാക്കിയ പുള്ളിയാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് മാറ്റിയിരിക്കുന്നത്. ഈ ആന്റി മെമ്പർ എന്ന് മോഹൻലാലിന്റെ കാര്യം ഇടപെടാതിരിക്കുന്നു. അന്ന് മോഹൻലാൽ രക്ഷപ്പെട്ടു. ലൈറ്റിങ് ലൈറ്റ് അടിച്ചു ബറോസ് വലിയ പ്രതീക്ഷയില്ല. ഇനി പ്രതീക്ഷിച്ചുള്ള എമ്പുരാൻ. ഞാൻ ചുമ്മാ ഇട്ടോ, അല്ലാതെ തന്നെ നല്ല ക്ലിയർ. ഇനി പ്രതീക്ഷിച്ചുള്ള എമ്പുരാൻ, തനിമൂർത്തി പടം തുടരും. അതൊക്കെ പ്രതീക്ഷിച്ചുള്ളത്. മോഹൻലാലിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. വളരെ ശക്തമായി തിരിച്ചുവരവാണ്. ഞാൻ പണ്ടും പോയിട്ട് വന്നിട്ടുണ്ട്. അഭിനയത്തെ കാര്യം അതിൽ ഒട്ടിക്കാൻ ആർക്കും പറ്റില്ല. പേഴ്സണൽ ലൈഫിലും ബുദ്ധിപരമായിട്ടും വേറെ ഉള്ള പ്രശ്നമുണ്ട്. കുറേ മണ്ടത്തരം വിളിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ ലൈറ്റിങ്ങും ക്യാമറ ഒന്നിച്ച് ചെയ്യുന്ന എത്ര പേരെ ആറാട്ടെന്ന് അറിയാം? അയാൾ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കും. അറിവില്ലാത്ത കാര്യങ്ങൾ വെച്ചാൽ അയാൾക്ക് ശാസ്ത്രം അങ്ങനത്തെ ഒന്നും അറിയില്ല. അയാളെക്കുറിച്ച് കലയെക്കുറിച്ച് ചോദിക്കണം, ഓസോനെ ചോദിക്കണം. അങ്ങനത്തെ ചോദിച്ച് പുള്ളി പറയും. പുള്ളിക്ക് ശാസ്ത്രപരമായ ഒരു കാര്യം അറിയില്ല. അങ്ങനത്തെ കാര്യം പുള്ളിയോട് ചോദിക്കരുത്. പുള്ളി കലാകാരനാണ്. ഭയങ്കര ലൈറ്റിംഗ് ആണ്. പുള്ളിയെ കലാപരമായ കാര്യം ചോദിക്കാം. പുള്ളി സയൻറ്റിസ്റ്റ് ഒന്നും അല്ല. പുള്ളി സയൻസിലെ കാര്യം ചോദിക്കരുത്. അതാണ് കോവിഡിന്റെ കൈയടിക്കുന്ന കാര്യം പറഞ്ഞത്. കോവിഡിന് കൈയടിക്കുന്ന കാര്യം പറഞ്ഞാൽ സയന്റിസ്റ്റ് അല്ല, കൊച്ചു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് അതുപോലും ഇല്ലെന്നാണ്. പിന്നെ അതിൽ അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞില്ല അയാൾ ദൈവത്തിന് കത്തി തന്നു. അതൊരു ഫിലോസഫി രീതിയിൽ പുള്ളി പറഞ്ഞാണ്. അത് ആ രീതിയിൽ എടുത്താൽ മതി. അല്ലാതെ അത് അയാൾ നന്നായിട്ട് എഴുതുന്ന കൂട്ടത്തിലാണ്. ബ്ലോഗ് തന്നെ അയാൾ ബ്ലോഗിൽ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയണം. അതിൽ അഭിനയം മാത്രമേ, വേറെ പല കഴിവുകളുണ്ട്. മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ. മമ്മൂട്ടി അഭിനയം തന്നെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. മമ്മൂട്ടി വെച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി നല്ല അച്ചടക്കമുള്ള ജീവിതമുള്ള ആളാണ്. ഫാമിലി ലൈഫ് ഉണ്ട്, പക്കാ പ്ലാനിങ്. ഞാൻ എല്ലാവരും കുറച്ച് പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ്. ഞാൻ എല്ലാവരും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു. സത്യം പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. മോഹൻലാലിനെ ഒരു കാര്യം മാത്രം സപ്പോർട്ട് ചെയ്യില്ല, ആക്ടിങ്ങിൻ്റെ കാര്യം മാത്രം. ഇത്രയും കേട്ടാലും ഞാൻ അണ്ണനോട് ചോദിക്കുന്നത്, മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഉള്ളതിൽ ബുദ്ധിയും കഴിവൊക്കെ അവിടെ നിൽക്കട്ടെ, ഏറ്റവും മികച്ച നടനാണ്. എൻ്റെ മികച്ച നടൻ ആരാ? മോഹൻലാൽ തന്നെയാണ്. ഇതൊരു മുഴുവൻ ചെയ്യണം. ഇപ്പം റീസെൻ്റ് അല്ല, റീസെൻ്റ് ആണെങ്കിൽ മമ്മൂട്ടി ഫഹദ് ഫാസിൽ. റീസെൻ്റ് ആണെങ്കിൽ അടുത്ത 2-3 വർഷം എടുത്ത് ചെയ്യുന്ന മമ്മൂട്ടി ഫഹദ് ഫാസിൽ. അവർ 2 പേരിലാണ് മലയാളം സിനിമ അറിയപ്പെടുന്നത്. 2 പേരും സെലക്ഷൻ ഉഗ്രനാണ്. ലൈറ്റ് ചെയ്ത് ക്യാമറ 2 പേരിലാണ്. എത്ര ലൈക്ക്? മമ്മൂട്ടിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. പീക്ക് ടൈമാണ്, ഏറ്റവും ബെസ്റ്റ് ടൈം. ഫാദിനെ മോളെ പഠിക്കേണ്ട കാര്യമാണ്. ഫാദ് വളരെ സെലക്റ്റീവാണ്. ഫാദിൻ്റെ ഫാസിലിൻ്റെ അസിസ്റ്റൻ്റായ മമ്മൂട്ടിക്ക് പീക്ക് ടൈം ഇതൊന്നും അല്ല. ഇതാണ് ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ കാലഘട്ടം. നാഷണൽ 365 ദിവസം അമര ഓർമ്മ ഉണ്ടോ? അതൊക്കെ പീക്ക് ടൈം. 3 നാഷണൽ അവാർഡ് കിട്ടി. അല്ലെ 2 അത് പീക്ക് ടൈം അല്ലേ? അത് പീക്ക് ടൈം അല്ല. പിന്നെ ഇതാണോ പീക്ക് ടൈം? 2 നാഷണൽ മോഹൻലാലിന് അതിന് പീക്ക് ടൈം. 80കളുടെ അവസാനം 90കളിൽ ആദ്യം എല്ലാവർക്കും ഇഷ്ടം മോഹൻലാലിനെ. തനിക്ക് തോന്നിയതാ. മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു? മമ്മൂട്ടിക്ക് ലിമിറ്റേഷൻ ഇല്ലാഞ്ഞ്. അല്ല, മോഹൻലാലിന് ലുക്ക്, ശബ്ദം, ഗാംഭീര്യം, ഗ്ലാമർ, അഭിനയം, എല്ലാത്തരം റോള് എന്തൊക്കെയാണോ അവിടെ നടന്നത്. താൻ ഈ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഇപ്പൊ മലയാള സിനിമ ഒന്നും കാണാതെയാണ് ഈ ഡയലോഗ്. അതൊക്കെ തനിക്ക് തോന്നുന്നല്ലേ? വെറൈറ്റി രാജശില്പി, സൂര്യഗായത്രി, ഇതെല്ലാം ഏകദേശം ഒരുപോലത്തെ പടമൊക്കെ തന്നെ. അതൊന്നല്ലേ കിട്ടുന്ന അഭിനയം. അങ്ങനെ മോഹൻലാൽ ഒരുപോലെ അഭിനയിച്ചേക്കുന്നു. രാജശില്പി മൃഗയ, പൊന്നമ്മാട, ഒന്ന് കിങ്, പറയാൻ കേൾക്കാം, അമരം, വെറൈറ്റി, ന്യൂഡൽഹി. എന്നോട് ജോൺ പോൾ പറഞ്ഞാണ് പല പല സാധനങ്ങൾ പറയുന്ന കേൾക്കുക. പിന്നെ അനശ്വരം മമ്മൂട്ടി എന്തോ ലുക്കാ. ഹിന്ദിയിലൊക്കെ നായകനായിട്ടുള്ള, ഹിന്ദി, തെലുങ്ക്, തമിഴ് എല്ലാ ഭാഷയിലും നായകൻ. മോഹൻലാൽ ആരും എടുക്കുന്നില്ല, ആർക്കും വേണ്ട. എന്തൊരു ഗതികേടാ. ഒന്ന് ആലോചിക്കുകയല്ലേ പീക്ക് ടൈം. അന്നത്തെ പീക്ക് ടൈമിൽ എവിടെ മോഹൻലാലിനെ ആരും കൊണ്ടുപോകുന്നില്ല. വേറൊരു ലാംഗ്വേജ് വേണ്ട.
സീരിയസ് ഷോസ് മാത്രം ചെയ്യാൻ പറ്റും എന്റെ എന്ത് ചെയ്താൽ എന്താ ഹിന്ദിയിൽ സീരിയസ് മാത്രം ഹിന്ദിയിൽ നായകനായിട്ട് അഭിനയിച്ച എന്നാ മോഹൻലാൽ ലാംഗ്വേജ് കഴിവില്ല അറിയോ ഏത് പടമാണെന്നറിയാമോ? ധർത്തിപുത്ര. മമ്മൂട്ടി അന്നൊക്കെ നായകനായിട്ടാണ് അഭിനയിക്കുന്നത്. മോഹൻലാലിനെ പോലെ സൈഡിൽ നിൽക്കുകയല്ല. ആയിക്കോട്ടെ, മമ്മൂട്ടിക്ക് ലാംഗ്വേജ് കഴിവുണ്ടോ? എടോ കഴിവല്ലേ ഞാൻ പറഞ്ഞേക്കാം. എന്താണ് എന്തോ അതില്ലേ മോഹൻലാലിന്? അഭിനയമല്ല, പറ്റില്ല. അഭിനയിക്കാൻ അറിയാത്തവരൊക്കെയാണോ അപ്പൊ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കൊണ്ട് അഭിനയിപ്പിക്കുന്നത്? അതുകൊള്ളാം. ഫേഷ്യൽ എക്സ്പ്രഷൻ മോഡലാണ്. 80s 90s ആദ്യം എടുത്ത ഏറ്റവും മോഡലാണ്. വന്ദനം ചെയ്യുന്ന സമയത്ത് അറിയോ ഹിന്ദിയിലൊക്കെ നായകൻ പറയുന്നത് കേൾക്കാം. വന്ദനം ചെയ്യുന്ന സമയത്ത് തമിഴിലും നായകൻ. ഇയാൾ എന്ത് മനസ്സിലാവും? വന്ദനം ചെയ്യുന്ന സമയത്ത് ഇയാൾ കേൾക്കില്ല. മറ്റുള്ളവരാ വന്ദനം ചെയ്യുന്ന സമയത്താണ് രാജശില്പി ചെയ്താ. രണ്ട് പടം കമ്പയർ ചെയ്യാൻ പറ്റുമോ? വന്ദനവും രാജശില്പി കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. എന്നാ നീ സ്വന്തന്റെയും മറ്റേ ഇത് കിങ്ങും എന്നോട് സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ പറഞ്ഞാണ് ഇയാള് ആർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാർ പറഞ്ഞ അങ്ങനെ കിട്ടിയത്. അടൂർ ഭാഷ മണ്ണിടിച്ച് 2 നാഷണൽ കിട്ടി. മൂന്നാമത്തെ മണി അടിച്ചല്ലേ കിട്ടുന്നത്. എന്നിട്ട് മോഹൻലാലിന് മണി അടിക്കാൻ അറിയത്തില്ലേ? മോഹൻലാലിന് എന്തോ അടിക്കുന്നത് മണി അടിക്കാറില്ല. ആദ്യം പറഞ്ഞു പോകാറില്ല. ഇയാൾ പുറകെ കിടക്കണം. ഇയാൾക്ക് നാഷണാലിറ്റി മോഹൻലാൽ പെയിന്റ് ആണോ അടിക്കുന്നത്? ഇയാൾക്ക് എങ്ങനെ നാഷണാലിറ്റി കിട്ടിയതാണ്? ഇയാൾക്ക് 3 നാഷണൽ അവാർഡ് 2 മണി അടിക്കാതില്ല. അടൂറിന്റെ പടത്തിൽ നമുക്ക് ഏത് പൊട്ടൽ നാഷണൽ അവാർഡ് കിട്ടും? പിന്നെ പൊട്ടന്മാർക്കല്ലേ അടൂർ ഈഗോയിസ്റ്റ് ആണ്. അടൂരിന്റെ 2 പടം പറയുന്ന കേൾക്കാം. അടൂരിന്റെ 2 പടം നാഷണൽ അവാർഡ് കിട്ടിയ. മൂന്നാമത്തെ നാഷണൽ അവാർഡ് മോഹൻലാലിന് കിട്ടാൻ കൊണ്ടുപോയതോ? പിന്നെ പറ്റേ 3 നാഷണൽ അവാർഡില് 2 നാഷണൽ അവാർഡ് അടൂർ ഗോപാസ് പറയാറുണ്ട് കിട്ടിയ. എന്നോട് സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ പറഞ്ഞറിയാം. മമ്മൂട്ടി ആ കാലത്ത് ഈ ആർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർ പുറകെ മോഹൻലാൽ ആദ്യം പുറകെ നടക്കാറില്ല. എനിക്ക് നിങ്ങളുടെ പുറകെ നടക്കുന്നതല്ല ഇഷ്ടം, എനിക്ക് കൂടെ നടക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ അയാൾ 80കളുടെ അവസരം റേഞ്ച് ചെയ്യാൻ പറ്റാത്ത റോളില്ലേ? 80s അവസരം 90s ആദ്യം മോഹൻലാൽ ഗോൾഡൻ ടൈം പുള്ളിയുടെ പുള്ളിയുടെ ഗോൾഡിനെ പുള്ളി ചെയ്യാൻ പറ്റാത്ത ഫിലിംസ് അല്ലേ? ഇതിപ്പോ വെറുതെ മെത്തേഡ് ആക്ട് ചെയ്ത് പൊട്ടനും ചെയ്യാം. ഞാൻ ചെയ്താൽ ചേരാം. നടക്കത്തില്ല. നസ്രുദ്ദീൻ ഷാ മെത്തേഡ് ആക്ടറാണ്. എല്ലാം അമീർ ഖാൻ മെത്തേഡ് ആക്ടറാണ്. കമലഹാസൻ ഇവരെല്ലാം മെത്തേഡ് ആക്ടേഴ്സാണ്. മെത്തേഡ് ആക്ട് ചെയ്ത് പൊട്ടൻ പറ്റും.